ഒരു മൂമിനായ മനുഷ്യൻ്റെ മേലെ കത്തി ഉയർത്തൽ അള്ളാഹു തആലാക്ക് ദേഷ്യമാണ്. മിൻ ഹദ്മിൽ കഅബത്തി, കഅബ പൊളിക്കുന്നതിനേക്കാൾ. മുത്തുനബി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഒരു മൂമിനായ മനുഷ്യനെ പേടിപ്പിക്കലും കഅബ പൊളിക്കൽ നോക്കിയാൽ അള്ളാഹ്ക്ക് ഏറ്റവും ദേഷ്യം മൂമിനായ മനുഷ്യനെ പേടിപ്പിക്കലാണ്. വേറെ മനുഷ്യൻ ഹദീത്ത് കണ്ടിട്ടാണ് ഞാനിത് പറയുന്നത്, വെറുതെ പറയല്ല. മുത്തുനബി പറയും കഅബ പൊളിക്കുന്ന ഒരാൾ കഅബ പൊളിച്ചു, ഒരാൾ മൂമിനെ പേടിപ്പിച്ചാൽ അള്ളാഹു തആലക്ക് ഏറ്റവും ദേഷ്യം ആരോടാ? മൂമിനെ പേടിച്ചോണ്ടാണ്. അവർ മൂമിൻ്റെ നിലക്ക് കത്തി ഉയർത്തിയാലും 10,000 മൂമിനെ കൊന്നാലും ഇവരൊക്കെ ആരെന്നെയാണ്? അപ്പച്ചൂട്ടൻ തന്നെയാണ്. 100 ആളെ കൊന്നതിൻ്റെ കഥ പറഞ്ഞുകൊണ്ടല്ലേ സ്വഹീഹ് ബുഖാരി തുടങ്ങണ തന്നെ. മുത്തുനബി പറഞ്ഞു, മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുമർ അധ്യായത്തിൻ്റെ 53-ാമത്തെ ആയത്ത്. ഖുൽ നബിയെ തങ്ങൾ പറയുക, യാ ഇബാദി, എൻ്റെ അടിമകളെ, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം നഫ്സിൽ അതിരുവിട്ട് ചെയ്തോരെ, ലാ തഖ്നതു, നിങ്ങൾ ആശ മുറിയരുത്, നിങ്ങൾ നിരാശരാകരുത്, മിർ റഹ്മത്തില്ല, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട്. ഇന്നല്ലാഹ്, തീർച്ചയായും അള്ളാഹു തആല യഗ്ഫിറു ദുനൂബ ജമീഅൻ, എല്ലാ ദോഷവും പുറത്തു തരും. ഇന്നഹു, എന്തുകൊണ്ടെന്നാൽ അള്ളാഹു, ഹുവ അവൻ, എന്തുകൊണ്ടെന്നാൽ തീർച്ചയായും കാര്യം, ഹുവ അവൻ, അൽ ഗഫൂർ, ഏറെ പൊറുക്കുന്നവനും, അർ റഹീം, ഏറെ കരുണ ചെയ്യുന്നവനുമാണ്. സുമർ അധ്യായത്തിൻ്റെ 53-ാമത്തെ ആയത്ത്. അവനെ 1-ാം ഭാഗം തന്നെ നോക്കാം. 1-ാം ഭാഗം. നബിയെ തങ്ങൾ പറയുക, അൽബാദി, എൻ്റെ ദാസന്മാരെ, അല്ലദീന, ആരാണ് ഈ ദാസന്മാർ? അസ്റഫു, അവർ അതിരുവിട്ടുപോയി, അലാ അൻഫുസിഹിം, അവരുടെ നഫ്സിൻ്റെ മേൽ അതിരുവിട്ടുപോയി, അതായത് അതിരുവിട്ട് ചെയ്തുപോയി. പാഠം നമ്പർ 1, അതിരിനാണ് പരിധി, അതിൽ വിട്ടാൽ പരിധിയില്ല. അപ്പം എത്രയാണ് ഇപ്പം പറയണത് അറിയില്ല, അല്ലെങ്കിൽ അറിയും, അത് പ്രശ്നമില്ല എന്നറിയും, തിരിഞ്ഞില്ല. അതിരിനെ പരിധിയുള്ളൂ, അതിൽ വിട്ടാൽ പരിധിയില്ല. ഒരുത്തൻ നമ്മളെ വടക്കേ സൈഡിൽ നിന്ന് ഓൻ നമ്മളെ ഭൂമി മാന്തി 1 സെൻറ്റ് കൈക്കലാക്കി. ഓനെപ്പറ്റി എന്താ പറയാ? അതിരുവിട്ട് പറയും. ഒരുത്തൻ നമ്മളെ ഭൂമി മാന്തി 10 സെൻറ്റ് കൈക്കലാക്കി. ഓനെപ്പറ്റി എന്താ പറയാ? അതിരുവിട്ടെന്നറിയും. ഒരുത്തൻ നമ്മളെ ഭൂമി മാന്തി നമ്മളെ 25 ഏക്കർ ഭൂമിയുടെ സൈഡിലാണ് ഓൻ്റെ ഒരു ഭൂമിയുള്ളത്. ഓൻ മാന്തി 1/2 ഏക്കർ കൈക്കലാക്കി. എന്താ അവനെ പറ്റി പറയാം? അതിലോട്ടെന്നറിയാം. നമ്മൾ 1500 ഏക്കറിൻ്റെ മുതലാളിയാണ്. ഒരുത്തൻ നമ്മളെ സൈഡിൽ നിന്ന് മാന്തിയിട്ട് 10 ഏക്കർ കൈക്കലാക്കി. ഓനെ പറ്റി എന്താ പറയുക? അതിലോട്ടെന്നറിയാം. നമ്മൾക്ക് 10,000 ഏക്കറുള്ളടത്തുനിന്ന് ഒരുത്തൻ എന്ത് ചെയ്തെന്നറിയോ? നമ്മളറിയാതെ സൈഡിൽ നിന്ന് മാറ്റി കുത്തിയിട്ട് 150 ഏക്കർ കൈക്കലാക്കി. ഓനെപ്പറ്റി എന്താ പറയുക? അതിലോട്ടെന്നറിയാം. നമ്മൾ 10,000 ഏക്കറിൽ 9,999 ഭൂമി ഏക്കറിയും കൈക്കലാക്കി. ഓനെപ്പറ്റി എന്താ പറയുക? അതിലോട്ടെന്നറിയാം. ഒരു 10 സെൻറ്റ് നമുക്കവിടെ ബാക്കിയാക്കി മൊത്തം മൂപ്പരണ്ട് എടുത്തു. എന്നാലും എന്താ പറയുക? അതിലോട്ടെന്നറിയാം. 10,000 ഏക്കർ ഓൻ തന്നെ എടുത്തു. എന്നാലും എന്താ പറയുക? പറഞ്ഞു ചങ്ങായിമാരെ, അതിരിനെ പരിധിയുള്ളൂ, അതിൽ വിട്ടാൽ പരിധി. അപ്പം ഞാൻ ഒന്നുകൂടി അർത്ഥം വെക്കുക. നബിയെ തങ്ങൾ പറയുക, തല കൊടുത്ത് ചിന്തിക്കണം, തലക്കാണ് പണി. നബിയെ തങ്ങൾ പറയുക, യാ ഇബാദി, എൻ്റെ ദാസന്മാരെ, അല്ലദീന, എങ്ങനെയുള്ള ദാസന്മാരെ, അസ്റഫു, അവർ അതിരുവിട്ടു, അലാ അൻഫുസിഹിം, അവരെ നഫ്സിന്മേൽ അതിരുവിട്ടു. അതായത് ഒരു സിനിമ കണ്ടു, ഒരാൾ അതിരുവിട്ടു. 10 സിനിമ കണ്ടു, അതിരുവിട്ടു. ഒരു ഗ്ലാസ് കള്ളുടിച്ചു, അതിലുവിട്ടു. 10 ഗ്ലാസ് കള്ളുടിച്ചു, ഒരു ദിവസം കള്ളുടിച്ചു, അതിലിട്ടു. 10 ദിവസം കള്ളുടിച്ചു, അതിലിട്ടു. 100 ദിവസം കള്ളുടിച്ചു, അതിലിട്ടു. 1000 ദിവസം കള്ളുടിച്ചു, അതിലിട്ടു. 99-ാമത്തെ വയസ്സാപ്പോൾ ഇന്നലെ വരെയും പ്രായപൂർത്തിയായിട്ട് കള്ളുടിച്ചു. ഓനെപ്പറ്റി എന്താ പറയുക? അതിലോട്ട്. ഇന്ന് രാവിലെയും കള്ളുടിച്ചു. ഓനെപ്പറ്റി എന്താ പറയുക?
ഈ നോമ്പായിട്ടും രാവിലെ കള്ളുടിച്ച് വന്ന ഒരാൾ ഈ മജ്‌ലിസിൽ വന്നിട്ടുണ്ട്. എനിക്ക് കള്ള് ശരിക്കും കിട്ടിയിട്ടുണ്ട്, ഞാൻ അയാളോട് പറഞ്ഞില്ല, നല്ല വാക്കും പറഞ്ഞ് റായത്തായി പോലെ കാര്യത്തിൽ നമ്മൾ ഇടപെടും. ഇപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അല്ലാഹു തആലാന്റെ പരിധിൻ്റെ അപ്പുറത്തൊന്നും അല്ലത്. എത്ര ഇജിന് അള്ളാഹ്ക്ക് നിനക്ക് നിശ്ചയിച്ച ബൗണ്ടറിയിലാണ് ഇജ് അതിരുവിട്ടത്. നിനക്ക് പുറത്തു തരുന്ന അതിർത്തിയിൽ അള്ളാഹ് അതിരുവിട്ടിട്ടില്ല, തിരിഞ്ഞില്ല. ഓൻ ജനിച്ചിട്ട് ഇന്ന് വരെ കള്ളല്ലാത്തൊന്നും കുടിച്ചിട്ട് തന്നെയല്ല. ഓനും എന്തായി അതിലിട്ടു. കള്ളൊരുത്തം കുടിച്ചപ്പോൾ ഒരു മുറുക്കൊന്ന് കുടിച്ചു നോക്ക് കുഞ്ഞായ മതി എന്ന് പറഞ്ഞിട്ട് ഒരു മുറുക്ക് കുടിപ്പിച്ചു. ഓനും എന്ത് ചെയ്തു? ഓനും അതിലിട്ടു. അപ്പോൾ ഒരു മുറുക്ക് കള്ളുടിച്ചവനും അതിലിട്ടവനാണ്. ആയുസ് മുഴുവനും കള്ളുടിച്ചവനും അതിലിട്ടവനാണ്. ഒരു വ്യഭിചാരം ചെയ്തവനും അതിലിട്ടവനാണ്. വ്യഭിചാരം അല്ലാതൊന്നും ചെയ്തിട്ടില്ല, ഓനും അതിലിട്ടവനാണ്. അപ്പോൾ ഇതിന് പരിധിയില്ല. ഇതൊരു വർത്താനാണ്. ഇത് അല്ലാഹു തന്നൊരു തൗഫീഖ് കൊണ്ട് നടത്തിയൊരു വ്യാഖ്യാനമാണ്. കാരണം അതിനാണ് പരിധി. അതിൽ വിട്ടാൽ പരിധിയില്ല. ഞങ്ങളോട് പറഞ്ഞില്ലേ, കള്ള് കുടിച്ച് കള്ള് നമുക്ക് വാസനിച്ചറിയാലോ. നല്ല കള്ളടിച്ച്, ചെറിയ കള്ളൊന്നുമല്ല. കള്ളിനെന്നെ പരസ്യം നമ്മൾ ചെറുതായി വലുതായതാണല്ലോ. പനങ്ങൾ കുടിച്ചാലും റാക്ക് കുടിച്ചാലും ചാരായം കുടിച്ചാലും വിസ്കി കുടിച്ചാലും വോഡ്ക കുടിച്ചാലും വേറെ വേറെ വാസനയാണ്. ഞാനും നിങ്ങളെപ്പോലെ ചെറുതായി വലുതാ. ഞാൻ ജീവിതത്തിൽ കള്ളു കുടിച്ചില്ല, റബ്ബിന് അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. പക്ഷെ എനിക്ക് തിരിയും കള്ളു കുടിച്ചോനെ. ഓൻ കുടിച്ചത് വലിയ വിലയുള്ള കള്ളാണെന്നും എനിക്ക് തിരിയും. കാരണം കള്ള് വില കൂടുന്നതിനനുസരിച്ച് വാസനക്ക് മാറ്റം വന്നുകൊണ്ടേയിരിക്കും. നാടൻ കള്ള് കുടിച്ചതും വിസ്കി കുടിച്ചതും രണ്ടാണ്. ഈ റമളാൻ നോമ്പിന് എൻ്റെ അടുത്ത് ഇവിടെ നോമ്പ് കാലത്ത് രാവിലെ കള്ളു കുടിച്ച് വന്നാൽ ഈ മജ്‌ലിസിൽ വരികയും ഞാൻ നല്ല വർത്താനം എന്നോട് പറയുകയും അവരെ കാര്യത്തിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അത് നിർത്തിയിട്ടില്ല. എന്തുകൊണ്ട്? അതിര് വിട്ടതിന് പരിധിയില്ല. കുടിച്ചൂടെ? അള്ളാഹ് ഒഴിവാക്കൂലല്ലോ, നമ്മളെന്തിനും ഒഴിവാക്കണം. എന്നല്ലെങ്കിൽ നാളെ അള്ളാഹിൻ്റെ അതിർത്തിയിലേക്ക് എത്തിയാലോ. അള്ളാഹിൻ്റെ അതിർത്തിയില്ല, മൗഫറത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് പോയിട്ടില്ല. എന്താ മൗഫറത്ത്? അപ്പേ ശരിക്ക് ഒറ്റ വാക്കറിന ആ ദോഷം ഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅൻ, എല്ലാ ദോഷവും ഇതാ കിടക്കണമെങ്കിലും പിന്നെ ബ്ലാങ്ക് പേപ്പറാണ്. അതാ ഞങ്ങൾ പറഞ്ഞത്, നരകത്തിലെത്താനാണ് ബുദ്ധിമുട്ട്, സ്വർഗത്തിലെത്താൻ ഒരു ബുദ്ധിമുട്ടില്ല. നരകത്തിലെത്താൻ ബുദ്ധിമുട്ടാണ്. എളുപ്പത്തിലെത്താവുന്ന സ്ഥലമാണ് ഏത്? സ്വർഗം. കാരണം ഈ കള്ളൊക്കെ കുടിച്ചിട്ട് പിന്നെ പഠിച്ചോനേ പറഞ്ഞാൽ മതി, അത് ആത്മാർത്ഥമായി പറഞ്ഞാൽ മതി. പിറ്റേന്ന് രാവിലെ ലേശം കൂടി കള്ളുടിച്ചു, എന്നിട്ട് പറഞ്ഞു പഠിച്ചോനെ ഒരു ദിവസം 7 വട്ടം കള്ളുടിച്ചിട്ട് 7 വട്ടം മുറുക്കുന്ന തേടിയാലും ഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅൻ, അല്ലാഹു തആല എല്ലാവർക്കും എല്ലാം പുറത്തു കൊടുക്കും. ആയിക്കോട്ടെ. നമ്മുടെ നാട്ടിൽ കാക്കച്ചി തൂപ്പാന്ന് പറയും. വല്യമാർ പറയും, ഓൻ ചെയ്ത് കാക്കച്ചി വൃത്തിയോട് തിന്നു കഴിഞ്ഞാൽ ഞാൻ തിന്നൂല അറിയും, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ തിന്നും. പഴയ കാലത്തെ വല്യമാർ പറയും അത് കാക്കച്ചി തൂപ്പയാണ് പറയല്ലേ, ഓർമ്മല്ലേ? കാക്കച്ചി തൂപ്പ മലപ്പുറം ജില്ലയിൽ പറയുന്നൊരു വാക്കാണ് കാക്കച്ചി തൂപ്പ. ഇതിപ്പോൾ നമ്മൾ വളരെ ചിന്തിക്കണം. അങ്ങനെയൊക്കെ ചെയ്താലും അല്ലാഹു പുറത്തു കൊടുക്കും. കുൽ നബിയെ തങ്ങൾ പറയുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അപ്പോൾ അല്ലാഹ് വിരോധിച്ച ഒരു കാര്യമുണ്ട്, അല്ലാഹ് വിരോധിക്കാത്ത കാര്യമുണ്ട്. കള്ള് കുടിച്ചത് നിങ്ങൾ നല്ല ഉഷാറിലിരിക്കണ്ടോ. അപ്പോൾ ഈ ആയത്തിൽ നമ്മുടെ ഒരു പണിയെടുക്കാൻ പോവുകയാണ്. ഈ ആയത്തിൽ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമുണ്ട്, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമുണ്ട്. എന്ത്? കള്ളു കുടിച്ചിട്ട് തൗബ ചെയ്യുക, വ്യഭിചരിച്ചിട്ട് തൗബ ചെയ്യുക. തൗബ ചെയ്യാൻ വേണ്ടി വ്യഭിചരിക്കല്ല, വ്യഭിചരിച്ച് പോയി എന്നിട്ടോ തൗബ ചെയ്യുക. അള്ളാഹ്ക്ക് വിരോധമൊന്നുമില്ല. ഈ കള്ളു കുടിച്ചു തൗബ ചെയ്തു, അള്ളാഹ്ക്ക് വിരോധമില്ല. നല്ല ഉഷാറിലല്ലേ? ആണോ? നല്ല ഉഷാറില്ല എന്നുള്ള കോലം കാണുന്നില്ലല്ലോ നമ്മൾ കണ്ടിട്ട്. മനസ്സിലായില്ലേ പറഞ്ഞത്? വളരെ ചിന്തിക്കുക. ഞങ്ങൾക്കൊരു നിങ്ങളിപ്പോൾ ഇത് നിങ്ങളെ തലയേക്കണ് കയറിയാൽ നിങ്ങളെല്ലാവരും എനിക്ക് ലഡു വാങ്ങിത്തരും. അതായത് ഈ വ്യാഖ്യാനം ഞാൻ അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ട് വ്യാഖ്യാനിക്കുക. റബ്ബിൻ്റെ തൗഫീഖാണ് ഞാൻ ഈ പറഞ്ഞ വ്യാഖ്യാനം. ഇത് തൗഫീഖാണ്. ഞാൻ ആയത്തിൻ്റെ ഉള്ളിൽ കയറുക.
അതായത് അതിരിനേ പരിധിയുള്ളൂ. അതിന് വിട്ടാൽ ഇതിൽ ഉറപ്പല്ലേ, അതിനല്ലേ പരിധി, അതിന് വിട്ടാൽ എന്താ പരിധിയാ? കള്ളുടിച്ചോലൊക്കെ എന്ന് പറഞ്ഞാണ്ട് കള്ളുടിച്ചോലൊക്കെ കയറി കയറും, കട്ടോലൊക്കെ കയറിക്കീന്നാണ്. അപ്പോൾ ഒരടക്ക കട്ടോനും ആ കൂട്ടത്തിൽ കയറും, അടക്കത്തോട്ടം മൊത്തം കട്ടോനും കയറും. ജീവിതം മുഴുവൻ കട്ടിട്ടേ ഒരു മോരും വെള്ളം കുടിച്ചിട്ടുള്ളൂ, ഒരു മുറുക്ക് വെള്ളം കുടിച്ചിട്ട് ഓനും കയറും. ഓന് മുതലൊക്കെ കട്ടനാണ്, ഓനും കയറും. എന്തില്? കട്ടോലൊക്കെ കയറുമല്ലേ? ഞാൻ അടക്കല്ലേ ആ വർത്താൻ പറഞ്ഞ എന്നോട് കട്ടോല് കയറി എന്നല്ലേ പറഞ്ഞു, കയറണം. പിന്നീട് ബാക്കുവരാ കട്ടോലൊക്കെ കയറിക്കുന്നതാണ്. അപ്പോൾ ഒരുത്തൻ കയറിയില്ല, എല്ലാവരും കയറി നാണിച്ച് കയറി. അപ്പോൾ ഒരുത്തൻ അങ്ങോട്ട് നടക്കുന്നുണ്ട്. എൻ്റെ കയറാച്ചു. ഞാൻ അങ്ങനെയൊന്നും കട്ടിട്ടില്ല മുതലാളി, ഞാനൊരു അടക്ക കട്ടിട്ടുള്ളൂ, കയറോ മനസ്സിനെ കളിയാക്കാം. അതുകൊണ്ട് കട്ടോല് കയറി കട്ടിടില്ലേ, കയറും. അപ്പൊ ഇവിടെ മറ്റോരോട് മുഴുവനും മുതലാളി ചിരിച്ചോണ്ട് എന്ത് പറയും? പിന്നെ കെട്ടത് കട്ടു, നീ കട്ടരുതിട്ടാ, സാരല്ല. ഒരു മുതലാളി 10,000 2,000 റമദാൻ മാസമല്ലേ കൊടുത്തു വിട്ടു. മറ്റോനെ ഇവിടെ ചൂടായിട്ട്. അപ്പോൾ ഒരടക്ക കട്ടോനോട് ചൂടായി. 10,000 ചാക്ക് അടക്ക കട്ടോനെ 1000 റുപ്യ പോക്കറ്റ് മണി കൊടുത്ത് വെറുതെ വിട്ടു. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? അതായത് ഒന്നാണെങ്കിൽ 10, 100, 10 ഒക്കെ കണക്കാം. അസ്റഫു അലാ അൻഫുസിഹിം. അതിന് വിട്ട് കഴിഞ്ഞാൽ അതിരിനേ പരിധിയുള്ളൂ, അതിന് വിട്ടാൽ പരിധിയില്ല. അപ്പോൾ എല്ലാവരും അതൊക്കെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. എന്ത്? നിങ്ങൾ അള്ളാഹിന്റെ മൗഫറത്തിന് മുന്നിൽ നിൽക്കുക. അപ്പൊ ഒരടക്ക കെട്ടാനാണ്, ഓനും കരിയാണ്. മലയാളി കെട്ടുമായല്ലോ, സാരല്ല. മലയാളിന്റെ അടക്കത്തോട്ട് മുഴുവനും സ്വന്തം പേരിൽ പട്ടയുണ്ടാക്കിയാലും ഓനും കാര്യം തന്നെയാണ്. മലയാളിന്റെ 100 ഏക്കർ അടക്കത്തോട്ടത്തിന്റെ പേര് സ്വന്തം പേരിൽ പട്ടയുണ്ടാക്കിയവനുണ്ട്. ഓനാല ഓന്റെ പേരെന്താ? കള്ളൻ. മലയാളിന്റെ അവിടെ നിന്ന് അടക്കടുത്ത് കീസിലിട്ട് പോയാണ്. CCTV TV നോക്കി മലയാളി കണ്ടുപിടിച്ചു. ഓന്റെ പേരെന്താ? കള്ളൻ. അപ്പൊ എല്ലാവരും കരിയ, ഒരടക്കട്ടവനും കരിയാണ്. മൊലാളിന്റെ 100 ഏക്കർ അടക്കാത്താട്ടത്തിന് സ്വന്തം പേര് പട്ടയുണ്ടാക്കിയ ബലസനുണ്ട്, ഓനും കരിയല്ലേ. അപ്പൊ മൊലാളി എന്ത് പറഞ്ഞു? നിങ്ങൾക്കൊക്കെ അതിനപ്പുറം എനിക്ക് മുതലുണ്ട്, നിങ്ങൾ എടുത്തോളി, സാരല്ല, പോയിക്കോളി. എല്ലാം അള്ളാഹു തആല പുറത്ത് കൊടുക്കണം. അപ്പം അടക്ക കട്ടോന് വിചാരിച്ചു പോകും, എന്ത് എനിക്ക് ഇതല്ല അതിൻ്റെ അർത്ഥമെന്ന് പറയാൻ ആൺകുട്ടികളുണ്ടെങ്കിൽ എണീക്ക്. ലോകാവസാനത്തിന് മുമ്പ് എണീച്ചാൽ മതി, പണി കാണില്ല എന്നും ഇതിന് അപ്പുറം പറയാൻ ഒരു ഉമ്മ വെച്ച കുട്ടി കഴിയില്ല. ഇതാണ് യാച്ചിനർത്ഥം. എന്ത് 100 ആളെ കൊന്നോനെ 99 ആളെ കൊന്നോനെ അതിലിട്ടോനല്ലേ? ഒരാളെ കൊന്നോനും അതിലിട്ടോനല്ലേ? കത്തി ഉയർത്തിയോനും അതിലിട്ടോനല്ലേ? ഒക്കെ അതിലിട്ടോനല്ലേ? ഒരു മോമിനായ മനുഷ്യന്റെ മേലെ കത്തി ഉയർത്തൽ അല്ലാഹു തആലാക്ക് ദേഷ്യമാണ്. മിൻ ഹദ്മിൽ കഅബത്തി, കഅബ പൊളിക്കുന്നതിനേക്കാൾ. മുത്തനബി പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഒരു മൂമിനായ മനുഷ്യനെ പേടിപ്പിക്കലും കഅബ പൊളിക്കലും നോക്കിയാൽ അള്ളാഹ്ക്ക് ഏറ്റവും ദേഷ്യം മൂമിനായ മനുഷ്യനെ പേടിപ്പിക്കലാണ്. പറയാൻ മനസ്സിലായി. ആദ്യത്ത് കണ്ടിട്ടാണ് ഞാനിത് പറയാം, വെറുതെ പറയാല്ല. മുത്തനബി പറയാം, കഅബ ഒരാൾ കഅബ പൊളിച്ചു, ഒരാൾ മൂമിനെ പേടിപ്പിച്ചാൽ അള്ളാഹു തആലക്ക് ഏറ്റവും ദേഷ്യം ആരോടാ? മൂമിനെ പേടിച്ചാണ്. അവർ മൂമിൻ്റെ നിലക്ക് കത്തി ഉയർത്തിയാലും 10,000 മൂമിനെ കൊന്നാലും ഇവരൊക്കെ ആരെന്നെയാണ്? അപ്പം ചൂട്ടൻ തന്നെയാണ്. 100 ആളെ കൊന്നതിൻ്റെ കഥ പറഞ്ഞുകൊണ്ടല്ലേ സ്വഹീഹ് ബുഖാരി തുടങ്ങണ തന്നെ. മുത്തുനബി പറഞ്ഞു, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അൽഹംദുലില്ലാഹ് എന്ന് പറയും. ഒരു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മളെ റബ്ബിനെ മനസ്സിലാക്കി ഇനി ഇങ്ങോട്ട് വരണ്ടട്ടോ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു വ്യക്തി നിരീശ്വരവാദിയാകണതിന് ന്യായമുണ്ട്. ഇനി വരണ്ടട്ടോ എന്നുള്ള ഒരാളോടും പറഞ്ഞതല്ല. ഒരു ദിവസം 70 വട്ടം തെറ്റിയതാൽ അള്ളാഹ് പുറത്തു കൊടുക്കുന്നതാണ്. അതിൻ്റെ അർത്ഥം എന്താ? 70 വട്ടം ഒരാൾക്ക് വിചാരിക്കാൻ കഴിയും ഒരു ദിവസം? ഇനി അങ്ങനെ ഉണ്ടായാൽ അതിനും പുറത്തു കൊടുക്കും. അതിപ്പോൾ കഴിയൂലല്ലോ, എന്നാലും പുറത്തു കൊടുക്കാമല്ലോ. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ?
ഓരോ വട്ടം തെറ്റിയപ്പോഴും എന്തു പറഞ്ഞു? റബ്ബെ പൊറുക്കണേ. പിന്നെ വിചാരിച്ചു. അങ്ങനെ ഒരു ദിവസം എത്ര വട്ടായി പറയാം മനുഷ്യ? 70 വട്ടം വിചാരിച്ചാലും പടച്ചോനെ പുറത്തു കൊടുക്കണേന്ന് അവസാനം പറഞ്ഞതിന് ശേഷം അവനാണ് മരിക്കുകയും ചെയ്തു. ഇപ്പം അള്ളാഹിൻ്റെ എന്തിലാണോ അവനുള്ളത്? അള്ളാഹിൻ്റെ ഒളബിലാണോ അള്ളാഹിൻ്റെ പൊരുത്തത്തിലാണോ? പറ ചെങ്ങായി, പൊരുത്തത്തിലല്ലേ? അള്ളാഹ് ഓഫർത്ത് കൊടുക്കുന്നു, അള്ളാഹ് വാഗ്ദത്തം ചെയ്തല്ലേ, എന്തിനു പേടിക്കുന്നു? ഇങ്ങനത്തെ റബ്ബുണ്ടായിട്ട് എങ്ങനെ മനുഷ്യൻ നരകത്തിൽ പോണത്? എന്നിട്ട് വരണ്ടാന്ന് ഒരാളോടും അള്ളാഹു താല പറഞ്ഞിട്ടില്ല, പറയില്ല. ഇന്നല്ലാഹ, ഈ ആയത്തിൻ്റെ അവസാന ഭാഗം, ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു താല യഗ്ഫിറു ദുനൂബ, ദോഷങ്ങളെ പൊറുക്കും. ജമിയാൻ മുഴുവൻ. എത്രയും മുഴുവൻ. ഈ ഭൂലോകത്തെ 800 ചില്ലാനും കോടി ജനങ്ങളെ കൊന്നിട്ട് ഇജ് മാത്രം ബാക്കി എന്നിട്ട് നേരെ കണക്കായിരുന്നു. അപ്പോൾ മുറിച്ചു കൊടുക്കും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല മൂല്യരെ. ആയത്ത് അധികം തെളിവ് പറയണം. മേലറ പോരാ. എന്താ പറഞ്ഞത്? എന്ത് ഈ ഭൂലോകത്തെ മുൻത്തം കൊല്ലാൻ വേണ്ടി പറയല്ല ചങ്ങായി. ഇത് കേട്ട് കൊല്ലാൻ നടക്കണ്ട നിങ്ങൾ. ഞാൻ നിങ്ങൾക്കൊരു ഈ അള്ളാഹിൻ്റെ റഹ്മത്താണ് ഈ പറഞ്ഞിരുന്നത്. മഗ്ഫിറത്ത് എന്ന റഹ്മത്ത്, അതിന് എന്തില്ല, പരിധില്ല. എന്ത് തരം ഓർത്തരും? സ്വന്തം കുട്ടിയെ ബാപ്പി മകളും കൂടി പോയി, മകളെയും കൊണ്ട് കൈ പിടിച്ച് പുതിയ കുപ്പായിട്ട് കല്യാണത്തിന് പോകാൻ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? മരുഭൂമിയിലെത്തിയപ്പോൾ ഒളിപ്പിച്ചു വെച്ച കൈക്കോട്ടെടുത്തിട്ട് മാന്തി കുഴി ഉണ്ടാക്കി. അപ്പോൾ ഒരു കള്ളിച്ചെടി ഉണ്ട് മരുഭൂമിയിൽ. ആ കള്ളിച്ചെടിൻ്റെ മുരട്ടിക്ക് കുത്തിരിച്ച് കുട്ടിനെ. ഇടക്കിടക്ക് ഈ കുട്ടി അവിടെ ഇരിക്കൂലേ? കുട്ടി പാഞ്ഞൊരു പക്ഷേ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഇടങ്ങറാണ്? കുഴി പൂർത്തിയായപ്പോൾ എന്ത് ചെയ്തു? വന്ന് നോക്ക് മോളയാറും. അയാൾ കുട്ടി ഓടി വന്ന് നോക്കിയപ്പോൾ പെരടി പിടിച്ച് തള്ളിയിട്ട് മണലിട്ടു. ഈ മനുഷ്യൻ ഒത്തിരി കരഞ്ഞു. അപ്പം അള്ള പറഞ്ഞു, അള്ളാന്റെ റസൂൽ പറഞ്ഞു, അള്ള പുറത്തിരുന്ന് എനിക്കറിയില്ലേ? എനിക്ക് പുറത്തുതരൂല്ലേ നബിയെ? അങ്ങനെ പറയണ്ട, പുറത്തു തരും. എൻ്റെ കണ്ണുനീരുകൊണ്ട് പുറത്തു തരും എന്നൊക്കെ പറഞ്ഞ. ഇനി എന്താടാ ഈ കൂട്ടത്തിൽ നമ്മളെ നാട്ടിൽ, നമ്മളെ ഇന്ത്യ രാജ്യത്ത് അങ്ങനത്തെ ഒരാളുണ്ടോ? പറയും മനുഷ്യന്മാരെ, ഇന്ത്യ രാജ്യത്ത് ഇന്ന് അങ്ങനത്തെ ആളുണ്ട് എനിക്ക് തോന്നണില്ല. പറയും ഉണ്ടോ? വേറെ ഒരാളെ കുട്ടീനെ കാട്ടിണ്ടാവും, സ്വന്തം മകളെ. അത് ഈ കുട്ടി ഓടി വരികയാണ്. അത് ആലോചിച്ച കരഞ്ഞു, സഹിക്കാൻ കഴിയില്ല. റസൂലും കരഞ്ഞു, റസൂലിനെ പൊട്ടി കരഞ്ഞു. അപ്പോൾ സ്വഹാബി ഓടി വന്ന് സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബിൻ്റെ ഓർമ്മ പറഞ്ഞു, നിർത്തിയാണ്. റസൂല കരഞ്ഞേ കണ്ടില്ലേ? അപ്പോൾ റസൂല പറഞ്ഞു, ഓൻ പറഞ്ഞോട്ടെ, ഓൻ കരഞ്ഞോട്ടെ, ഓൻ്റെ റബ്ബിനോടല്ലേ കരയുന്നത്, ഉണ്ടാക്ക്. ആരോട് പറഞ്ഞു? ഉമർ ഇബ്നു ഖത്താബ് എൻ്റെ ഓർമ്മ. ഒരു സ്വഹാബി വന്നിട്ട് മിണ്ടല്ലേ, റസൂല കരഞ്ഞേച്ച് കണ്ടില്ലായിരുന്നു? ജി പറഞ്ഞിട്ടല്ലേ റസൂല കരഞ്ഞേ? ജി കണ്ടില്ലേ? റസൂലാൻ്റെ കരുണ എനിക്കറിയില്ലേ? റസൂലാക്ക് സഹിക്കാൻ കഴിയില്ലെന്ന് എനിക്ക് അറിയില്ലേ? അപ്പോൾ റസൂൽ എന്ത് പറഞ്ഞു? ഓൻ പറഞ്ഞോട്ടെ, ഓൻ പറഞ്ഞ് കഴുകണത് ഓൻ്റെ ഹൃദയമാണ്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹ് എല്ലാം പുറത്തു. ഇനി അതിനൊരു പരിധിയില്ല. അത് ഇനി മോചനോട് ചോദിക്കണ്ട. എന്ത് അത് പുറത്തു തരുമോ ഉസ്താദെ? അതിന് വെറുതെ എന്തിനെങ്കിൽ റമളാൻ മാസത്തിലൊരു അസ്തഗ്ഫിറുല്ലാഹ് ചില നേരെ വെറുതെ കളയുന്നത്. അത് പുറത്തു തരും ഉസ്താദെ, ഇത് പുറത്തു തരും ഉസ്താദ്. അങ്ങനെ അതിന് നടക്കുന്ന കുറച്ച് ആളുകളുണ്ട്. മനസ്സിലായില്ല? എന്തെന്നില്ല എന്തും. ഞാൻ അതും ഇത് മറ്റൊന്നും പറയണ്ട. ഈ ഞാൻ കൂട്ടി കുതിരവീടിലൊന്നും മുഴുവനും കൂടി ഇപ്പം നിങ്ങളോട് പറഞ്ഞാൽ ഉസ്താദ് ഞങ്ങൾ ഇന്നെ ആട്ടും. ഉസ്താദ് ആട്ടും. കാരണം ഉസ്താദിൻ്റെ ഹൃദയം കുടിസായ ഹൃദയമാണ്. ആരാട്ടൂല, അല്ല ആട്ടൂല. അങ്ങായി ഉസ്താദ് ആട്ടും. അപ്പം നിങ്ങളെല്ലാവരും പറയുകയാണ്, ഞാൻ റൂമിൽ വന്നു, സതേഞ്ച കാര്യമൊക്കെ പോക്കാണ്. എന്തേ ഇന്നെ വിശ്വസിച്ചാലെ മുഴുവൻ ഞാൻ ചതിച്ചു പോയി ഉസ്താദേ എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ അവിടെ ഇരുത്തിയിട്ട് ഒന്ന് മൂത്രിക്കാൻ പോകണമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ മൂത്രിക്കാൻ പോകില്ല. എന്തുകൊണ്ട്? ഇവിടെ ദാറുൽ ഖുർആൻ്റെ എന്തെങ്കിലും ഒരാൾ 100 ഉറുപ്പ്യ നടക്കണമെങ്കിൽ അത് അവിടെ ഇവിടെയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടാവും. അതോ കക്കൊന്ന് പേടിയാക്കാനും വിശ്വസിച്ചോലെ മുഴുവനും. ഞാൻ എന്തെങ്കിലും ഞാൻ എൻ്റെ വാച്ചോടെ മൊബൈലോടെ കഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് പേടിയായി. എന്തുകൊണ്ട്? ഞാൻ പിന്നെ അവനോട് എന്ത് പറയും? അവൻ സാരല്ലടാ എന്ന് പറഞ്ഞെങ്കിലും എനിക്ക് പേടിയോ? എന്ത്? ഞാൻ എൻ്റെ മൊബൈലൊക്കെ 10 ഇടക്കിടക്ക് നോക്കും. അവൻ കള്ളനാണ്, ഇവൻ വിശ്വസിച്ചവരൊക്കെ ചതിച്ചവനാണ്, ഇവൻ ഈ മൊബൈലും കൊണ്ട് പോകുമാവും.
കാരണം എന്തുകൊണ്ട് നമ്മളതിന് മാത്രമേ ഉള്ളൂ, നമ്മളെ എത്രയേ ഉള്ളൂ. ആർക്ക് ദേഷ്യം വരില്ല, ആരെന്നെ ഒഴിവാക്കിയാലും ആരും ഒഴിവാക്കൂല, അള്ള ഒഴിവാക്കൂല. എങ്ങനെ നാട്ടുകാരൊക്കെ എന്നെ സ്വീകരിക്കും, അള്ള സ്വീകരിക്കൂലെങ്കിൽ എൻ്റെ എനിക്ക് ലാഭം. അള്ള പറയാണ് എന്ത്, ഇന്നഹു ഹുവൽ ഗഫൂറു, അവൻ ഏറെ പൊറുക്കുന്നവനും റഹീം, ഏറെ കരുണുള്ളവനുമാണ്. ചങ്ങായി ഇജ്ജ് എന്തിനു ബേജാറാണ്? എന്താണ് ബേജാറ്? എന്തിനു ബേജാറാണ്? പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്ത്? ഇത് മൗഫറത്തിന് തന്നെ അപ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാൻ മറക്കരുത്. പഠിച്ചോനെ എനിക്ക് പൂർത്തിയാണെന്ന് പറയാൻ മറക്കരുത്. ഇന്നത് പറയലും ഇന്നിപ്പോൾ എത്രയാണ് നോമ്പ്? എത്ര? ഇന്ന് 16, നാളെ 17. ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ മൗഫറത്തിൻ്റെ 10 അവിടെ കഴിഞ്ഞു. പിന്നെ പറയുന്ന വ്യത്യാസമുണ്ട്. ഒരു 10-13 ദിവസം കൂടി ഉണ്ട് മൗഫറത്തിനും മെത്തക്കനും കൂടി, പിന്നെ ഉണ്ടാവില്ല. പിന്നെ സാധാരണയാണ്, പൊറുക്കും ചെയ്യുക, പൊറുക്കാതിരിക്കുക. ഇന്ന് അങ്ങനെയല്ലേ, ഇത് പൊതുമാപ്പ. അപ്പൊ എന്താ അവിടെ ചെയ്യേണ്ടത്? ഈ സഹാബി മുസ്തഫ നബിന്റെ അടുത്ത് വന്നിട്ട് കരഞ്ഞില്ലേ, ഈ പണിയാണ് എടുക്കുക. കരയാൻ റസൂള്ള കരഞ്ഞല്ലോ, ഒന്ന് നിർത്തിയങ്ങായി എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു റസൂൽ എന്താ പറഞ്ഞു? നിർത്തല്ലേ, പറഞ്ഞോ, നീ കഴുകുന്നത് നിന്റെ ഹൃദയമാണ്, പറഞ്ഞോട്, പറയുന്നതനുസരിച്ച് ആ ഭാരോന് പോവും. കുട്ടി മരിക്കേണ്ട ഡേറ്റിന് കുട്ടി മരിച്ചു, തെറ്റ് മേൽവാക്കിയായി. കുട്ടിയുടെ അജല് കുറച്ചുകൂടി നീട്ടി കൊടുക്കാൻ അള്ള വിചാരിച്ചിരുന്നു, അതുകൊണ്ടാണോ കുട്ടി മരിച്ചത്? അല്ല, അജല് നീട്ടി കൊടുക്കാൻ അള്ള വിചാരിച്ചിരുന്നു, പെട്ടെന്ന് പൻ കൊന്നുപോയി. അങ്ങനെയാണോ? അല്ല, കുട്ടി മരിക്കേണ്ട ദിവസം അന്നാണ്. ഇല്ലെങ്കിൽ മുറ്റത്ത് നിൽക്കുമ്പോൾ ഈത്തപ്പായയുടെ പഴത്തിന്റെ കൊല വീണ്ടെങ്കിലും കുട്ടി കഴിക്കും. അന്ന് കുട്ടിയുടെ അജലിന്റെ ലാസ്റ്റാ. ഞാൻ അതിൽ വേജാറുണ്ടായില്ല. ആണോ അല്ലേ? പറ മനുഷ്യ, ആണോ അല്ലേ? ഒരാൾ ഇപ്പം നാളെയാണ് ബദർ ദിവസം, അന്ന് 14 ആൾ മരിച്ചിട്ടുണ്ട്. അബൂജഹലും ഉത്ബത്തും കൊന്നല്ലേ, ഇല്ലെങ്കിൽ ഓരോ ജീവിച്ചു. അങ്ങനെയാണോ? അല്ല, അവർ മരിക്കേണ്ട ദിവസം എന്നാണ്? ഹിജ്റ 2-ാം വർഷം ബദർ 17, റമദാൻ 17 ബദർ രാവിലെ. അപ്പോഴാണ് ഓല് മരിക്കേണ്ടത്. ഓല് മരിച്ചു. മരിക്കാൻ കാരണമായ കുറ്റം അബൂജഹലിനുണ്ടാവും. പക്ഷെ അജലിനൊരു പ്രശ്നമില്ല. അജലെന്നോ അന്ന് തന്നെ. നിങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ടോ അല്ലേ? പറയാൻ മനുഷ്യ, നിങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ടോ? പറയ, ചിന്തിക്ക്. അജൽ അന്ന് തന്നെ. അപ്പോൾ ഹിജ്റ 2-14 ആൾ മരിച്ചല്ലോ. ബഹുമാനപ്പെട്ട മഹാന്മാരായ ശുഹദാഉൽ ബദരീൻ അല്ലാഹു ഒരു ദർജ കൊടുക്കട്ടെ. عاقلهم ورافعهم وصفوان وسعد ثم عوف ومهجع وعبيدة ومعبد وعمير وعارثة وبشر وعمير وذي الشمالين ويزيد. دانا بين على حسبي ربي جل الله ما في قلبي غير الله على النبي صلى الله إله إلا الله. حسبي ربي جل الله അവർ മരിക്കേണ്ട ദിവസം അന്നാ. അവർ മരിക്കേണ്ട ദിവസം അന്നാണ്. ഉഹദ് യുദ്ധത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു കൊന്നു. ആരാ കൊന്നത്? വഹ്ശി. എന്താ നോക്കി കുത്തിരിക്കണ ചങ്ങായി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞത് എന്ത് വിചാരിച്ചേ? വഹ്ശി ഉണ്ടാക്കി. വഹ്ശി ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു കൊന്നു, ചതിച്ചു കൊന്നു. ആ ചാട്ടുളി കൊണ്ട് ചതിച്ചെറിഞ്ഞു കൊന്നു. ആരെ? ഹംസ റളിയല്ലാഹു. ആരാണ് ഈ ഹംസ റളിയല്ലാഹു അൻഹു? അഫ്ളലു ശുഹദാഇ ഫൗഖൽ അർള്, ഭൂമിക്ക് മുകളിൽ അള്ളാഹുവിന് വേണ്ടി വീണ ഏറ്റവും വലിയ ഷഹീദ് എൻ്റെ ഹംസയാണെന്ന് മുഹമ്മദ് മുസ്തഫ. അതിൻ്റെയൊക്കെ രഹസ്യം നമുക്ക് പറഞ്ഞാൽ തീരില്ല, കാണാൻ പറഞ്ഞാൽ. ശവ്വാൽ മാസത്തിലാണ് അവരുടെ ആണ്ട്. ശവ്വാൽ മാസത്തിലെ ആണ്ട്. ആരുടെ ആണ്ട്? ഉഹദീങ്ങളാണ്ട്. അള്ളാഹു തആല അവരുടെയൊക്കെ ദർജയേറ്റി കൊടുക്കട്ടെ. അവരെയും നമ്മളെ അള്ളാഹു ഫിർദൗസിൽ ഒരുമിച്ച് വിട്ടണേ. അപ്പം അവർ മരിക്കേണ്ട ദിവസം ഉഹദ് യുദ്ധ ദിവസം. ഇനി നിങ്ങൾ ചിന്തിക്കുക, അതിലിപ്പം ഇനിയിപ്പോൾ ഈ 2 ആളും സ്വർഗത്തിൽ കയറും. ആര്? വഹ്ശിയും കയറും, ഹംസ റളിയല്ലാഹു അൻഹു കയറും. ചിരിച്ചുകൊണ്ട് പായ എന്താ ഏറുണ്ടല്ലോ, അങ്ങനെ കയറിയെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. 2 ആളും എവിടെയുള്ളത്? 2 ആളും എവിടെയുള്ളത്? സ്വർഗത്തിൽ. കൊന്നവനും കൊല്ലപ്പെട്ടവനും. അതിൽ വഹ്ശിപ്പൊന്നും ചെയ്തിട്ടില്ല. വഹ്ശി എന്താ ചെയ്തത്? ഹംസ റളിയല്ലാഹു അൻഹു മരിക്കേണ്ട ദിവസം അന്നാണ്. പിന്നെ കാരണക്കാരനായി. ആ കാരണം അല്ലാഹു പുറത്തു കൊടുത്തു. എന്തായപ്പോൾ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞല്ലോ. പിന്നെ മരണം വരെ കരയാ. ഖതൽതു ഖൈറൽ ഇബാദ്, ഏറ്റവും നല്ല മനുഷ്യനെ കൊല്ലേണ്ടി ഒന്നല്ലോ എൻ്റെ കൈയുണ്ട്.
മരണം വരെ കരിയാണ്. ആര്? കരിയന്നെ. കണ്ടവരൊക്കെ പറയും അള്ളാഹ് പുറത്തുനിന്ന് എന്തിനാണ് ഞങ്ങൾ കരിയാണ്? കാര്യമൊക്കെ ഈ കംസറുള്ള വീണ എനിക്ക് സഹിക്കാൻ കഴിയില്ല, ഞാനല്ലേ കൊന്ന്. മരിക്കണവരെ കരിയ. ഈ രണ്ട് മനുഷ്യന്മാരെ അവിടെ ഉണ്ടാവും, പറയാം സുഖത്തിലുണ്ടാവില്ലേ അല്ലാ. അപ്പം അതിൻ്റെ ഇടയിൽ ഇപ്പം അവിടെ എന്തേ വന്നത്? ഒരാൾ കൊന്നു, ഒരാൾ കൊല്ലപ്പെട്ടു. അതിൻ്റെ ഇടയിൽ മൗഫറത്ത് വന്നുപോയി. ഈ രണ്ടാളും എവിടെ കയറുകയും ചെയ്തു? പറയാം സുഖത്തിൽ. എന്താണ് ആ സന്തോഷം? അല്ലാഹു എല്ലാം പുറത്തു എന്ത് കേൾക്കണ്ട. എന്ത് മൂല്യരെ എന്ത് ചോദിക്കണ്ട? എങ്ങനെ എന്തിനാ ചോദിച്ചു വെറുതെ? ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ, ചീത്ത പരസ്യപ്പെടുത്തി നടക്കൽ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. ഇഞ്ചി മൂല്യരോട് മെല്ലെ പോയാണ്ട് ഞാനൊരു 10,000 പെണ്ണുങ്ങളെങ്കിലും വിഭജിച്ചിട്ടുണ്ടാവും പറയണ്ടെങ്ങായി. ഞാൻ കട്ടിനെ കണക്കില്ലാന്ന് പറയണ്ടെങ്ങായി. ഞാൻ കേട്ടോന് ചിലപ്പോൾ എന്ത് തോന്നും? എനിക്കും ചെയ്യാൻ. ഇപ്പം കഴിച്ചില്ലായി. ഓനാ സൗകര്യം കിട്ടി, അള്ളാഹ് പുറത്തും കൊടുത്തു, അങ്ങനെ എത്തിച്ചൂടെ? അപ്പം മറ്റേ ആൾക്ക് ചിലപ്പോൾ എന്ത് തോന്നും? ഒരു തെറ്റ് ചെയ്തിട്ട് വേറെ ആൾ പറയും ഇസ്ലാമും മറ്റു മതങ്ങളും വ്യത്യാസമാണ്. മറ്റു മതത്തിൽ കുമ്പസാരുണ്ട്, ഇസ്ലാമിൽ കുമ്പസാര ആരോട് മാത്രം? ഒരാളോട് പറയാൻ പാടില്ല. ഒരു തെറ്റ് ചെയ്ത പറയാൻ പാടില്ല. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ, ചീത്തയെ പരസ്യപ്പെടുത്തൽ അള്ളാഹുവിന് ഇഷ്ടമില്ല. ഒരാൾ പറയാൻ പാടില്ല. ചീത്ത ചെയ്തു പോയി, അത് ആരോട് പറയണം? അള്ളാഹിനോട് പറയണം, വേറെ ആൾ അറിയണ്ട. അറിഞ്ഞാൽ ഓന് തോന്നിപ്പോവും എനിക്കും ചെയ്യായിരുന്നു. എന്നിട്ട് പിന്നെ എന്തേ ഉണ്ടായത്? അരച്ച് പറയാൻ അതിനിടക്കാൻ പെട്ടെന്ന് ഫോൺ വന്നപ്പം മൗലവിയോട് പോയി പറഞ്ഞു അങ്ങനെ അപ്പോൾ പറയുന്ന ഇടയിൽ ഫോൺ വന്നപ്പോൾ നിർത്തി. അപ്പോൾ മറ്റവൻ നിർത്തിയപ്പോൾ ബാക്കി പറയാൻ കേട്ടപ്പോൾ സുഖമായി. എനിക്ക് പറയാൻ നിനക്കണ്ട. എന്തുകൊണ്ട്? അയാളുടെ തെറ്റിൻ്റെ ബോധം ഉണർന്നു. എനിക്കും ഈ തെറ്റ് ചെയ്യായിരുന്നല്ലോ എന്ന് വിചാരിച്ചപ്പോൾ അയാൾ അടിപ്പോയി. അപ്പം ഇത് എന്ത് ചെയ്യണ്ട, അതിന് അവസരം ഉണ്ടാക്കണ്ട. എന്താ നോക്കി കുത്തിരിക്കണം? തെറ്റ് ചെയ്തത് അള്ളാഹിനോടല്ലാതെ പറയണ്ട. എങ്ങായി ഒരാളോടും പറയണ്ട. പറയേണ്ട ഒരാളുണ്ടായിരുന്നു, ആ ആൾ വഫാത്തായി. അത് മുഹമ്മദ് മുസ്തഫയാണ്. നബിയോടൊന്ന് പറയാം. ഇനി ഒരാളോട് പറയാം ആൾ വഫാത്തായി. ഇനി ഒരാളോട് പറയണ്ട. ഇനി ആരോട് മാത്രം? അല്ലാഹ്. നീ മുത്തനബിനോടാണെങ്കിൽ പറഞ്ഞോ. ഇപ്പൊ പറയാം. അതാണ് കുറ്റമെന്ന വാഹനത്തിൽ അറ്റമില്ല കേറി ഞാൻ തങ്ങളോടന്യായമായി സയ്യിദി ഖൈറൻ നബി. ഇതിൻ്റെ വാപ്പാൻ്റെ ഒരു വരിയാണ്. അക്കാലത്ത് പല ആളുകളും പാടുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ വാപ്പ പാടിയിട്ടാണ് ഞാനത് പഠിച്ചത്. കുറ്റമെന്ന അതതിൻ്റെ അർത്ഥം. കുറ്റമെന്ന വാഹനത്തിൽ അറ്റമില്ല കയറി ഞാൻ തങ്ങളോടന്യായമായി. ഞാൻ മുസ്ലിമാണെന്നുണ്ട്, പിന്നെ ഞാൻ തെറ്റ് ചെയ്തു നബിയെ സയ്യിദി ഖൈറൻ നബി. അങ്ങനത്തെ ഒരാളോട് പറയാൻ പറ്റിയ ഒരാൾ ആരേ ഉള്ളൂ? അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞില്ലേ? ഇപ്പം പറഞ്ഞോ നബിയോട്, ആരും കേൾക്കണ്ട. യാ റസൂലല്ലാഹ് തെറ്റ് ചെയ്തിട്ടുണ്ട്, യാ റബ്ബി തെറ്റ് ചെയ്തിട്ടുണ്ട് പറഞ്ഞു. മനസ്സിലായില്ലേ? നീ അവളോട് പറയണ്ട. ഒരാൾ പുറത്തു പറയില്ല. നമുക്ക് പറഞ്ഞ് മനസ്സിലായ പുറത്ത് പറയില്ല, പുറത്ത് പറയുന്നില്ല, ഒന്നും പുറത്തു പറയില്ല. അള്ളാഹു ആരാ? സത്താറ. ഒരിക്കലും നിന്നെ അള്ളാഹ് മറച്ചൊക്കെ പറയില്ല. നമ്മൾ അറിയുന്നത് പുറത്തു പറയും. അള്ളാഹു അറിഞ്ഞത് പുറത്ത്. അള്ളാഹു ആരാണ്? പറയാം സത്താർ. സാത്തിർ മറച്ചു പിടിക്കുന്നവൻ, സത്താർ വല്ലാതെ മറച്ചു പിടിക്കുന്നവൻ. ഒന്നും പുറത്തു വരാൻ നോക്കൂല. പുറത്തു പറയണ്ട. അപ്പം എന്ത് ചെയ്യും? ഇവിടെ മറച്ചുടിക്കും, അവിടെ പുറത്തും തരും. ഇവിടെയും സുഖം, അവിടെയും സുഖം. ഇപ്പം എന്ത് പറഞ്ഞാൽ മതി? പഠിച്ചോനെ എനിക്ക് പറ